നമസ്കാരം. തലശ്ശേരി അതിരൂപത എഫാത്ത റേഡിയോയ്ക്ക് വേണ്ടി മണിക്കിട വിടവക അവതരിപ്പിക്കുന്ന റേഡിയോ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നേഹ മേരി. ഞാൻ അന്ന റോസ്. അന്ന, എന്നുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്. ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. സ്കൂളിൽ പോകുന്നതാണോ ഓൺലൈൻ ക്ലാസ് ആണോ കൂടുതൽ ഇഷ്ടം? സ്കൂളിൽ പോകുന്നത്. അതെന്താ സ്കൂളിൽ പോകുന്നത് കൂടുതൽ ഇഷ്ടം? സ്കൂളിലാണ് സ്പോർട്സ് ഉണ്ട്, ആർട്ട് ഉണ്ട്, പിന്നെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്. സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ഫ്രണ്ട്സിനെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങള് ഹോംവർക്ക് ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എഫാത്ത റേഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഇടവകാംഗങ്ങൾ അവതരിപ്പിച്ച കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കണ്ടേ? കേൾക്കാം. ആദ്യം ഏത് പ്രോഗ്രാമാ? ആദ്യം നമുക്ക് ആഗ്നസ് ചേച്ചിയുടെ ഒരു പാട്ടായാലോ? മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നീരങ്ങളിൽ കണ്ണീരു തൂകുന്ന യാമങ്ങളിൽ ഹൃദയം ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിയുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, കൃപയാർന്ന പൂങ്കാവനമേ മൃതമേറ്റവിൻ അടയാട്ടി നീ, കൃപയാർന്ന പൂങ്കാവനമേ മൃതമേറ്റവിൻ അടിയാട്ടി നീ, കൃപയേശുവിൻ പ്രിയനായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ, മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ, മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. പാട്ട് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. നമ്മുടെ വികാരിച്ചൻ ഫാദർ മാത്യു പാലമറ്റ് നമുക്കായി ഒരു കൊച്ചു സന്ദേശമൊക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണല്ലോ. അതെ, ഇപ്പൊ കൊറോണ കാലമൊക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ വരാം. പക്ഷെ നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. എഫാത്ത റേഡിയോയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന മണിക്കടവിലെ മിഷൻ ലീഗ് കുട്ടികൾക്ക് വിജയാശംസകൾ. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ നിസ്തുലമായ സ്ഥാനമാണ് പ്രത്യാശയ്ക്കുള്ളത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ ഓരോ ക്രിസ്ത്യാനിയും വളരെ ചെറുപ്പം മുതലേ അഭ്യസിച്ചു വരുന്നു. ഇവയെ ദൈവിക പുണ്യങ്ങൾ അഥവാ അതിസ്വാഭാവിക പുണ്യങ്ങൾ എന്ന് വിളിക്കുന്നു. എന്താണ് പ്രത്യാശ? യൂക്യാറ്റ് നിർവചിക്കുന്നത് പോലെ നാം ലോകത്തിൽ നിവസിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണോ അതിനായി ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനുമായി, ദൈവത്തിലുള്ള നമ്മുടെ സാക്ഷാത്കാരമാകുന്ന യഥാർത്ഥ സന്തോഷത്തിനായി, ദൈവത്തിലുള്ള നമ്മുടെ അന്ത്യ ഭവനത്തിനായി ദൃഢതയോടും സ്ഥിരതയോടും കൂടെ ആഗ്രഹിക്കുവാൻ സഹായിക്കുന്ന ശക്തിയാണ് പ്രത്യാശ. സൃഷ്ടികർമ്മത്തിലും പ്രവാചകന്മാരിലും യേശുക്രിസ്തുവിലും ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നാം ഇപ്പോൾ കാണുന്നില്ലെങ്കിലും വിശ്വസിക്കലാണ് പ്രത്യാശ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ മനോഭാവത്തിലുള്ള പ്രാർത്ഥനയാണ് ക്രൈസ്തവ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആ നിമിഷത്തിൽ തന്നെ തന്നിൽ നിന്ന് പുറത്തു വരികയും
കർത്താവായ ഏക ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മനോഭാവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അതേസമയം അയാൾ തൻ്റെ പ്രത്യാശയെല്ലാം ദൈവത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം 8-ാം തിരുവചനം. 2 പേർ എമ്മാവൂസ് ലക്ഷ്യമാക്കി തിരക്കിട്ടു പോവുകയാണ്. ജെറൂസലമിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമം. അവർ ഹതാശയരാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവര്. അവർ ദുഃഖത്തോടെ പറഞ്ഞു, ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുന്നവൻ അവനായിരിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിച്ചിരുന്നു. യേശു അപരിചിതനായ ഒരു തീർത്ഥാടകനായി അവരുടെ കൂടെ കൂടി. വിശുദ്ധ ഗ്രന്ഥങ്ങൾ, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളും അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മെശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതല്ലായിരുന്നോ? അവൻ ചോദിച്ചു. ശിഷ്യന്മാരുമായുള്ള അവൻ്റെ കൂട്ടുകെട്ടും അവരോടൊപ്പം പാതയിലൂടെയുള്ള നടത്തവും അവൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ സുനിശ്ചിതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മുറിച്ച് നൽകിക്കൊണ്ട് അവരുടെ കണ്ണുകൾ അവൻ തുറന്നു. തിരുവചനങ്ങൾ മുറിച്ച് നൽകിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ അവൻ ജ്വലിപ്പിച്ചു. പ്രത്യാശയുടെ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന തിരുവചനങ്ങളും വിശുദ്ധ കുർബാനയും ഭക്ഷിച്ചും പാനം ചെയ്തും പ്രത്യാശ എന്ന പുണ്യത്തിൽ നമുക്ക് വളരാം. അന്ന് മൂവീസ് ഒക്കെ കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട മൂവി നോഹ് എന്ന് പറഞ്ഞ ബിബ്ലിക്കൽ മൂവി ആയിരുന്നു. ചേച്ചി അത് കണ്ടായിരുന്നോ? 2014 ഡാരൻ അറോണോഫ്സ്കി ഡയറക്റ്റ് ചെയ്ത മൂവി അല്ലേ, കണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? ബൈബിളിൽ പറഞ്ഞതുപോലെ നോഹ പ്രളയകാലത്ത് പെട്ടമുണ്ടാക്കി എല്ലാവരെയും രക്ഷിക്കുന്നു. ഇനി നമുക്ക് കുഞ്ഞാൻഫിലോടെ ഒരു കുഞ്ഞു പാട്ട് കേട്ടാലോ? ഓക്കേ. ബാക്കിയുള്ള പ്രോഗ്രാം ഒക്കെ എങ്ങനെ കംപ്ലീറ്റ് ആക്കും? ഇനി എത്ര പ്രോഗ്രാംസ് ഉണ്ട്? കുഞ്ഞാൻഫിലൂടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. കാർലോ അക്യൂത്തിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ സോഷ്യൽ മീഡിയസ് കൂടി ഒരുപാട് കേട്ടിട്ടുണ്ട്. സൈബർ യുഗത്തിലെ യുവവിശുദ്ധൻ എന്നാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂത്തിസ് അറിയപ്പെടുന്നത്. നമുക്ക് വേണ്ടി കുഞ്ഞാൻഡ്രിയ
കാർലോ അക്യൂറ്റസിനെ കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തരും. ഓക്കെ? ഓക്കെ. ക്രിസ്തീയ ജീവിതത്തിന്റെ മാർഗദീപങ്ങളാണ് വിശുദ്ധർ. അവരുടെ വിശുദ്ധമായ ജീവിതം നമുക്കെന്നും മാതൃകയും പ്രചോദനവുമാണ്. അതെ, വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരായി തീരും. വിശുദ്ധി എന്ന പദത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. കാലം 3Gക്കും 4Gക്കും 5Gക്കും വഴിമാറുമ്പോൾ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിന്റെ അഗ്നി ചാലിച്ച സൈബർ ലോകത്തിന്റെ പ്രകാശമായി മാറിയ വിശുദ്ധൻ ഒരു ഇറ്റാലിയൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരുന്നു. വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റിക്സ് 1991 മെയ് 3 ആന്ദ്രിയയുടെയും അന്റോണിയുടെയും മകനായി ലണ്ടനിൽ ജനിച്ചു. അതിനുശേഷം ഇറ്റലിയിലെ മിലാനിലേക്ക് മടങ്ങി. തൻ്റെ 7ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചു. അതിനുശേഷം ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കിയില്ല. തൻ്റെ ജീവിതം ദിവ്യകാരുണ്യ ഈശോയ്ക്കായി അവന് സമർപ്പിച്ചു. ആ കൊച്ചുബാലൻ ദിവ്യകാരുണ്യ ഈശോയെ അത്രമേൽ സ്നേഹിച്ചു. തൻ്റെ 14ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചുള്ള വെബ്സൈറ്റ് ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ചു. 2006 ലുക്കീമിയ ബാധിച്ച ആ പുണ്യാത്മാവ് ഇഹലോകവാസം വെടിഞ്ഞു. എന്നെ ശ്രവിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കമ്പ്യൂട്ടറിനെയും നവീന സാങ്കേതിക വിദ്യയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാവുമെന്നും ഇവയെല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാലും വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനാവുമെന്നും നമ്മെ പഠിപ്പിക്കുകയാണ് ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ കാർലോ. ആദ്യ കുർബാന സ്വീകരിച്ചതിന് ശേഷം വിശുദ്ധ കുർബാന മുടക്കാതെ ജപമാല ചൊല്ലാൻ പഠിച്ചതിന് ശേഷം ഒരിക്കലും അത് മുടക്കാത്ത വിശുദ്ധന്റെ മാതൃക നമുക്ക് പിന്തുടരാം. ചേച്ചി എന്താ ഫോണിൽ നോക്കണേ? ഞാനേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയൊരു ബുക്കുണ്ട്, ലെറ്റ് us ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന ആ ബുക്കിൻ്റെ പേര്. അപ്പം അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കുമായിരുന്നു. ചേച്ചിൻ്റെ കയ്യിൽ ആ ബുക്കുണ്ടോ? എൻ്റെ കയ്യിലില്ല. നമുക്കിപ്പോൾ ഓൺലൈനിൽ അത് പർച്ചേസ് ചെയ്യാനും പറ്റില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ചേച്ചിക്ക് ആ ബുക്ക് കിട്ടി കഴിയുമ്പോൾ എനിക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണേ. ഓ, പറഞ്ഞു തരാം കേട്ടോ. ഇനി നമുക്കേ ഷിജിനയുടെ ഒരു മോണാക്റ്റ് ഉണ്ട്, ഒന്ന് കേട്ടാലോ? ആ, ഷിജിന ചേച്ചിന്റെ മോണാക്റ്റോ? ഉണരട്ടെ പുതുയുഗങ്ങൾ, തളരട്ടെ കറുത്ത കൈകൾ, പടരട്ടെ പ്രത്യാശയുടെ നറുമലരുകൾ. ഞാനായിരുന്നു ദൈവം, എൻ്റെ നാടായിരുന്നു കേരളം. എന്നാൽ ഇന്നും മറ്റവൻ കീഴടക്കിയിരിക്കുന്നു. കൊന്നും കൊലവിളിച്ചും പീഡിപ്പിച്ചും ലോകത്തെ കാർന്നു തിന്നുന്നു. തീരട്ടെ, ഇങ്ങനെയുള്ളവർ തീരട്ടെ. കൊറോണയെപ്പോലും പേടിയില്ലാതെ പേടിച്ചരണ്ടവൻ്റെ മെക്കൊട്ട് കയറുന്നവൻ തീരട്ടെ, തീരണം. ചെകുത്താനായി എൻ്റെ ബുദ്ധി, അവനില്ലല്ലോ വക്രബുദ്ധി. കാണ്, ഇതാ കാണ്. ഞാൻ വട്ടനോ പ്രാന്തനോ ഒന്നുമല്ല. ആക്കിയെടുത്തതാ എന്നെ എല്ലാരും കൂടി എങ്ങനെ ആക്കിയെടുത്തതാ. പണിക്ക് പോണ്ടാന്ന് എൻ്റെ മോള് പറഞ്ഞപ്പോ എനിക്കറിയില്ലായിരുന്നു. അവർക്കറിയില്ല ഇതൊന്നും ചെയ്യാൻ. ടിക്ടോക്ക് ആണെന്ന പേരും പറഞ്ഞ് എല്ലാരും കൂടി കൊന്നതല്ലേ എൻ്റെ മക്കളെ. എല്ലാരും കൂടി കൊന്നതാ. അറിയാം, എനിക്കറിയാം, കൊന്നതാ. അവർക്ക് അറിയില്ല. എന്നിട്ട് ആരും ഒന്നും പറയാതെ, ആരും ഒന്നും അറിയാതെ മൂടി വെച്ചില്ലേ? കൊന്നതാ, നിങ്ങൾ കൊന്നതാ എൻ്റെ മക്കളെ. അവർക്കറിയില്ല, അവർക്ക് ഇതൊന്നും അറിയില്ല. കൊന്നതാ എൻ്റെ മക്കളെ, കൊന്നതാ.
പ്രതികരണശേഷിയുടെ അവസാന രക്തം പോലും നിലച്ച നിങ്ങൾ കൊറോണയുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നു. ഇനിയെങ്കിലും നമുക്ക് നല്ലത് വരട്ടെ എന്ന പ്രത്യാശയോടെ നിർത്തട്ടെ. അന്ന, ഇനി നമുക്ക് അന്നയുടെ ഒരു സ്പീച്ച് കേട്ടാലോ? സ്പീച്ചോ? ആ, സ്പീച്ച്. ഞാൻ സ്പീച്ചിന് പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. ചേച്ചിയോട് സ്പീച്ചിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. അന്നമോൾ സ്പീച്ചിന് പ്രിപ്പയർ ചെയ്തില്ലെന്ന് എനിക്കറിയാം. ഇത് അന്ന ബോബിയുടെ സ്പീച്ച്. ഓ, അന്ന ചേച്ചിന്റെ സ്പീച്ച്. ആ, അന്ന ചേച്ചിയുടെ സ്പീച്ച് കേൾക്കാം. പ്രിയമുള്ളവരെ, പ്രതീക്ഷ, അതെ, കരിഞ്ഞുണങ്ങുന്ന ശിഖരങ്ങളിൽ നാം വിടുന്ന പുതിയ തളിരുകളാണവ. ലോകം മുഴുവൻ കൊറോണ വൈറസിന്റെ ആശങ്കയിലാണ്. അനുദിനം പുതിയ കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. COVID-19 എന്ന മഹാമാരി വലിയ ദുരന്തം വിതയ്ക്കുന്നു. മരിച്ചു വീഴുന്നവരും തളർന്നു പോകുന്നവരും നമ്മുടെ മനോധൈര്യം ചോർത്തിക്കളയുന്നു. അതെ, ഇതും നാം അതിജീവിക്കും. ഈ പ്രതീക്ഷയാണ് ജീവിതം തിരികെ പിടിക്കാൻ നമുക്ക് ധൈര്യം പകരുന്നത്. പ്രതിസന്ധി കാലഘട്ടത്തിൽ നാം തളരുകയല്ല വേണ്ടത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ നാം മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. വിശുദ്ധ ബൈബിളും നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെ. ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ ഒത്തിരിയേറെ യാതനകൾ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളാണ് അവരെ മുന്നോട്ട് നയിച്ചത്. സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം. അവിടെ നമുക്ക് കാലിടറാം. ദുരിതങ്ങൾ നേരിടേണ്ടി വരും. എങ്കിലും ശുഭപ്രതീക്ഷകളാണ് നമ്മെ നയിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഭാവിയെക്കുറിച്ചുള്ള നല്ല നല്ല പ്രതീക്ഷകളാണ്. അങ്ങനെ നല്ല പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ പ്രതീക്ഷ പൂവണിയുന്നതിനായി നാം പരിശ്രമിക്കും. എന്ന് മാത്രമല്ല, കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദൈവസഹായവും നമുക്ക് കൂട്ടിനുണ്ടാകും എന്നതാണ് വസ്തുത. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം എങ്ങനെയാണ് വിജയിക്കാതിരിക്കുക? ജീവിതത്തെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷകളോടെ ആവട്ടെ നമ്മുടെ ഇനിയുള്ള കാലം മുന്നോട്ട്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ ദൈവാനുഗ്രഹത്താൽ ഫലമണിയുക തന്നെ ചെയ്യും. ചിറകുകൾ വിടർത്തി എനിക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിലും പറന്നുയരുവാൻ വിശാലമായൊരു ആകാശം മുൻപിലുണ്ട് എന്ന പ്രതീക്ഷയാണ് എന്റെ ചിറകുകൾക്ക് ശക്തി പകരുന്നത്. ഇനി നമുക്ക് സാവിയുടെ സെലിന്റെ സ്കിറ്റ് കേട്ടാലോ? സ്കിറ്റിൽ സാവിയും സെലിനും മാത്രമേ ഉള്ളൂ? സാവിയും സെലിനും മാത്രമല്ല, അവരുടെ പപ്പയും മമ്മിയും പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. അതാരാ? അവരുടെ വല്യമ്മച്ചി. ഓ, ഫാമിലി സ്കിറ്റ് ആണോ? ആ, അത് പൊളിക്കും. എടാ, മതി കിടന്നുറങ്ങിയത്. സമയം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? 7:30. വേഗം നെറ്റി കുറിച്ച് വരച്ച് എഴുന്നേറ്റ് രണ്ടാളും പോയി ഫ്രഷായിട്ട് വാ. അപ്പേ, ഇപ്പോൾ സ്കൂളിൽ പോകണ്ടല്ലോ, കുറച്ചുകൂടി കഴിയട്ടെ. വേഗം എഴുന്നേക്കാൻ നോക്ക്. സ്കൂളിൽ പോകണ്ട എങ്കിലും സമയാസമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ ചെയ്യണം. മോനെ, നീ ഇഞ്ഞ് വന്നേടാ. ഈ പേപ്പർ അമ്മച്ചീനെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേടാ. വല്യമ്മച്ചി, കിട്ടി. മാസ്കിന്റെ മലയാള പദം കിട്ടി. ഇങ്ങോട്ട് താ ചേട്ടായി, ഞാൻ വായിക്കാം. മാസ്കിന്റെ മലയാള പദം എന്താണെന്നോ? രോഗാണു പ്രതിരോധ വദന നാസിക സംരക്ഷണ വായു സഞ്ചാര യുക്തശീല നിർമ്മിത വദന കവചം. അത് പൊളിച്ചു. ഇതറിഞ്ഞാൽ കൊറോണ കണ്ടം വഴി ഓടിക്കോളൂ. എല്ലാരും വന്നേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ. എൻ്റെ മക്കളെ, പാത്രം പതുക്കെ ഒന്ന് എടുത്തു വെച്ചേ. ഓ, എന്റെ ചെവി അടിച്ചു പോയല്ലോ.
നിന്റെ ഒരു ചെവി ഇല്ലായിരുന്നെങ്കിൽ മാസ്ക് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വന്നേനെ. അല്ലേ, ഇതെന്താടി പെണ്ണ ഈ ചായക്ക് ഇത്ര കടുപ്പം? ഓ എൻ്റെ അമ്മേ, ഇത് ഇന്നലെ നമ്മൾ വാങ്ങിയ ചായപ്പൊടിയാ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്രേ ഇട്ടിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര കടുപ്പം. ആ, എന്നാൽ ഇത് കളറാണ്. പാല് മുതൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളിലും മായം. പച്ച വെള്ളത്തിൽ പോലും മായം. എന്തൊരു ലോകമാണിത്! ആശുപത്രികളുടെ എണ്ണം കൂടി, രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. ഹൃദയരോഗികളുടെയും അർബുദബാധിതരുടെയും എണ്ണം ദിനപത്രി വർദ്ധിക്കുന്നു. ഇതെല്ലാമാണോ നമ്മൾ നേടിയെടുക്കുന്ന നേട്ടം? ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വേണ്ട വിധം ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്കിത് തടയാം. മായം കലരുന്ന ഭക്ഷണ സാധനങ്ങൾ വിപണിയിൽ എത്തിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കും. നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്കാവശ്യമായ പച്ചക്കറികൾ നട്ടു നനച്ച് വളർത്തിയാൽ ഒരു പരിധിവരെ വിഷമയമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യാം. മക്കളെ, ഇത് വിപണികൾ തമ്മിലുള്ള മത്സരമാണ്. കോടികൾ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടം. എൻ്റെ ഇച്ചായ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചേട്ടൻ വണ്ടി വാങ്ങാൻ കോഴിക്കോടുള്ള ഒരു ഇക്കയുടെ അടുത്ത് പോയി. എന്തായിരുന്നു ആ ഇക്കയുടെ പേര്? നാസർ. ആ, പാതി വഴി എത്തിയപ്പോഴാണ് ലോക്ക്ഡൗൺ ആണെന്ന് അറിയുന്നത്. കാര്യം 4 ലക്ഷം രൂപ ചേട്ടൻ്റെ കയ്യിലുണ്ടായിട്ടും ഒരു കുപ്പി വെള്ളം പോലും വാങ്ങാൻ പറ്റിയില്ല. 5 പൈസ പോലും ചിലവായില്ലല്ലോ. ഈ കൊറോണ കാലം നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചു. ലക്ഷങ്ങൾ കയ്യിൽ അടുക്കി വച്ചാലും വയറിലേക്കൊന്നും പോകില്ല. ഇനിയെങ്കിലും ഉള്ളവനില്ലാത്തവനുമായി പങ്കുവയ്ക്കട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തുമാത്രം മായമല്ലേ അടങ്ങിയിരിക്കുന്നത്? അതെ, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥത്തിലും വിഷം അടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി മനസ്സ് വെച്ചാൽ പച്ചക്കറികളൊക്കെ നമുക്കും വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ശരിയാണ്. ഇപ്പോഴാണെങ്കിൽ സ്കൂളും ഇല്ലല്ലോ, ഇഷ്ടം പോലെ സമയമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് പഠിത്തത്തിന്റെ ഇടയിലൊക്കെ ഒരു റിഫ്രഷ്മെന്റും ആകും. എല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ നട്ടു വളർത്താം അല്ലേ? പ്രോഗ്രാം നമുക്കൊരു ഗ്രൂപ്പ് സോങ്ങും കൂടി ഉണ്ടല്ലേ? ആരൊക്കെയാ അന്ന ഗ്രൂപ്പ് സോങ് പാടുന്നത്? റോസ്മേരി ചേച്ചി, അനില ചേച്ചി, ആതിര ചേച്ചി, അനുഗ്രഹ ചേച്ചി, ആഗ്നസ് ചേച്ചി, പിന്നെ അലക്സേട്ടായി. ഈ ചേച്ചിമാരെയൊക്കെ കൊച്ചിനെ അറിയാവോ? കുറച്ചുപേരൊക്കെ അറിയാം. കുറച്ചുപേരെ അറിയാം അല്ലേ? അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. പാവനം നിൻ നാമം 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 പാരിലെന്നും പാടാം പാടാം പാടാം. പാവനം നിൻ നാമം 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 പാരിലെന്നും പാടാം പാടാം പാടാം. പാതിരാവിൽ പാൽനിലാവിൽ ദൂതവൃന്ദം പാടുന്നു. പാതിരാവിൽ പാൽനിലാവിൽ ദൂതവൃന്ദം പാടും. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. ആകാശത്തിൻ കീഴിലില്ലയൊരു നാമം വേറെ പാടുവാൻ. ആത്മാവിൻ കടലാഴ ഭൂമികയിൽ വേറെ ആരെ തേടുവാൻ.
നാഥാ ദേവാനി തിരുനാദമായി വചനമായി വരേണമേ നാഥാനി തിരുവീതിയിൽ കാതോർത്തു നിൽപ്പൂ മോദമായി ദേവാനി തിരുനാദമായി വചനമായി വരേണമേ ആകാശത്തിൻ കീഴിലില്ലയൊരു നാമം വേറെ പാടുവാൻ ആത്മാവിൻ കടലാഴ ഭൂമികയിൽ വേറെ ആരെ തേടുവാൻ ആകാശത്തിൻ കീഴിലില്ലയൊരു നാമം വേറെ പാടുവാൻ ആത്മാവിൻ കടലാഴ ഭൂമികയിൽ വേറെ ആരെ തേടുവാൻ സ്നേഹം നിറയും സാന്ത്വനം നിൻ കൃപയിൽ ആശ്വാസം ചിന്തയിലെന്നും തിരുസ്നേഹം നാവിൽ നിൻ വചനം ഏകാത്മാവായി ഒരു മാനസമായി എന്നും സന്തോഷം ഏകാത്മാവായി ഒരു മാനസമായി എന്നും സന്തോഷം നാഥാ നിൻ തിരുവീതിയിൽ കാതോർത്തു നിൽപ്പൂ മോദമായി ദേവാനി തിരുനാദമായി വചനമായി വരേണമേ നാഥാ നിൻ തിരുവീതിയിൽ കാതോർത്തു നിൽപ്പൂ മോദമായി ദേവാനി തിരുനാദമായി വചനമായി വരേണമേ ആകാശത്തിൻ കീഴിലില്ലയൊരു നാമം വേറെ പാടുവാൻ ആത്മാവിൻ കടലാഴ ഭൂമികയിൽ വേറെ ആരെ തേടുവാൻ ആകാശത്തിൻ കീഴിലില്ലയൊരു നാമം വേറെ പാടുവാൻ ആത്മാവിൻ കടലാഴ ഭൂമികയിൽ വേറെ ആരെ തേടുവാൻ ജീവൻ പകരം സ്നേഹമായി ആദിയിൽ നിൻ വചനം രൂപം കൊണ്ടൊരു മാനവനായി ഭൂവിൽ ഒരു കാലം പാപം സകലം ജീവൻ പകരം തീർത്തു സന്താപം പാപം സകലം ജീവൻ പകരം തീർത്തു സന്താപം നാഥാ നിൻ തിരുവീതിയിൽ കാതോർത്തു നിൽപ്പൂ മോദമായി ദൈവാനി തിരുനാദമായി വചനമായി വരേണമേ നാഥാ നിൻ തിരുവീതിയിൽ കാതോർത്തു നിൽപ്പൂ മോദമായി ദേവാനി തിരുനാദമായി വചനമായി വരേണമേ ആകാശത്തിൻ കീഴിലില്ലയൊരു നാമം വേറെ പാടുവാൻ ആത്മാവിൻ കടലാഴ ഭൂമികയിൽ വേറെ ആരെ തേടുവാൻ ആകാശത്തിൻ കീഴിലില്ലയൊരു നാമം വേറെ പാടുവാൻ ആത്മാവിൻ കടലാഴ ഭൂമികയിൽ വേറെ ആരെ തേടുവാൻ നാഥാ 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 നിൻ തിരുവീതിയിൽ കാതോർത്തു നിൽപ്പൂ മോദമായി ദേവാനി തിരുനാദമായി വചനമായി വരേണമേ നാഥാ നിൻ തിരുവീതിയിൽ കാതോർത്തു നിൽപ്പൂ മോദമായി ദേവാനി തിരുനാദമായി വചനമായി വരേണമേ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നമ്മുടെ റേഡിയോ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. This is Anna and Neha.